നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് ഈ റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ളത്. എത്ര നാൾ ലൈഫ് ഈസ് വെരി ഷോർട്ട് അല്ലേ? ഞാൻ പറയുന്നത് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് ചടഞ്ഞു കൂടിയിരിക്കാനുള്ള ഒരു അവസരമല്ല. നമുക്ക് ആരോഗ്യവും മനസ്സും ഉണ്ടെങ്കിൽ കണിശമായിട്ടും നമ്മളെ മുമ്പ് ആഗ്രഹിച്ചിരുന്നതും നടക്കാതിരുന്നതുമായ പല കാര്യങ്ങളും നടത്താനുള്ള ഒരു അവസരമാണ്. എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കിട്ടുമ്പോഴേത്തിനുണ്ടല്ലോ, അതെന്നെ ഇൻസ്പയർ ചെയ്യും. ഈ കവിതകളില് ഈ എന്റെ പ്രിയയിലുള്ള പ്രിയതമ ഈ ആലീസ് തന്നെയാണോ? ആ അമേരിക്കൻ ആ പ്രൊഫസർ പഠിപ്പിച്ചതിന്റെ അവിടുന്ന് കിട്ടിയ നോളജും എല്ലാം ഞാൻ എന്റെ ഇപ്പം യൂട്യൂബില് ഞാൻ പറയട്ടെ, ആളുകൾക്ക് വേണ്ടി മോട്ടിവേഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ നോളജ് ഒക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്നത് ഒരു വലിയ മോശമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും റിട്ടയർമെന്റ് ലൈഫ് ഇത്ര എൻജോയ്മെന്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ തിരക്കി വന്ന് എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. നോ റിട്രീറ്റ്, നോ സറണ്ടർ. ഹാവ് എ ഡ്രീം ആൻഡ് ചേസ് യുവർ ഡ്രീം. നമുക്ക് സിൻസിയറിറ്റിയും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഒക്കെ നമ്മുടെ ഫാമിലി ലൈഫിലായിട്ടാണേലും പ്രൊഫഷണൽ ലൈഫിലാണേലും വേണം. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. സോ നൈസ്. ഈ ജയ്പൂരിലെ ആ വേദിയില് ഡോക്ടർ ആലീസ് കീടജൂടി നിൽക്കുമ്പോൾ സദസ്സിലിരുന്നുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്ന ഈ ഡോക്ടർ മാത്യു ജോയ്സ്, അപ്പോ മനസ്സിലുണ്ടായ ഒരു വികാരം ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരുന്നു? അപ്പൊ തന്റെ പങ്കാളിയുടെ വിജയത്തിൽ അഭിമാനിക്കുന്ന ഒരു ഭർത്താവിന്റെ റോൾ അതെങ്ങനെയാണ് ഇപ്പോ ആസ്വദിക്കുന്നത് ഡോക്ടർ ജോയ്സ്? എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു അത്. കാരണം അപ്രതീക്ഷിതമായ ഒരു മത്സരത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിനകത്ത് വിൻ ചെയ്തു വരിക ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഭയങ്കരമായ ഒരു അനുഭവമാണ്. ആ കൂട്ടത്തില് വിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പരമോന്നതമായ ഒരു സന്തോഷമുള്ളൊരു അവസരമായിരുന്നു. ഞാൻ ഇത് വസതിലെ ഇതൊരു പാലസ് ആയിരുന്നു, ഒരു ജയ്പൂർ പാലസിന്റെ കോട്ടയാടിലാണ് ഇതിന്റെ ഫൈനൽ ഇവന്റ് നടത്തിയത്. ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പില് ഇത് കണ്ടുകൊണ്ട് ആ ഹോൾ നൈറ്റ് രാവിലെ ഏർലി മോർണിംഗ് 5 o'clock വരെ ആയിരുന്നു ഈ ഇവന്റുകൾ നടന്നുകൊണ്ടിരുന്നത്. ആ ത്രൂഔട്ട് ഞാൻ അവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരുന്നത് ഇത് ആസ്വദിക്കാനും ഭാര്യയുടെ ആ വിജയത്തിൽ പങ്കുചേരാനുള്ള സന്തോഷത്തിലും അവിടെ ഇരുന്നത്. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടും സന്തോഷമായിട്ട്. കാരണം ഇത് ഈ പ്രായം ഒരു സംഖ്യയാണെന്ന് പറഞ്ഞെങ്കിലും ഈ പ്രായത്തിൽ ഇങ്ങനെ നേടാൻ സാധിച്ചത് പുള്ളിക്കാരുടെ കേസാണ്. കാരണം ഒന്ന് നേടണം എന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ ആലീസിന്റെ ഈ ഒരു വിജയം. അങ്ങേറ്റം ശ്രമിച്ചതിന്റെ തെളിവാണ്. ഒരിക്കലും പിന്മാറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നോ റിട്രീറ്റ് നോ സറണ്ടർ എന്ന് പറയുമായിരുന്നു. അത് ഇതിനകത്ത് ശരിക്കും ആ സ്ലോഗൻ ജീവിതത്തില് നേടിയെടുത്ത നിമിഷമായിരുന്നു. അതിനകത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഈ 71-ാം വയസ്സിൽ ഇങ്ങനെ ഒരു മത്സരത്തിന് പോകാന്ന് കുറച്ചു നേരത്തെ ഡോക്ടർ ആലീസ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ജോയിച്ചാനോട് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ആരോടും ഞാൻ ചോദിച്ചില്ല. ജോയിച്ചാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ പോകട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും എങ്ങനെയാ അത് പൊയ്ക്കോ എന്ന് പറയാനുള്ള ഒരു ഇത് വന്നത്? എങ്ങനെയാ, എന്തായിരുന്നു അപ്പോഴാ അങ്ങനെ പറയാനുണ്ടായ ഒരു ഇത് എന്തായിരുന്നു? കാരണം ആലിസ് മുമ്പേ പറഞ്ഞല്ലോ, എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ എതിര് നിൽക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു കേട്ടില്ലായിരുന്നോ? അത് ജീവിതത്തിലെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. അപ്പോ മറ്റു ആരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ മറ്റാരോട് ചോദിച്ചാൽ ബ്രോ ഈ വയസ്സാം കാലത്ത് നിനക്കൊന്നും ഒരു പണിയില്ലേ എന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചേക്കും. അത് നമ്മളെ കണിശമായിട്ടും ഭയങ്കരമായ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ആരോട് ചോദിക്കാഞ്ഞതുകൊണ്ട് ഫുൾ കോൺഫിഡൻസോടെ പോകാൻ സാധിച്ചു. ഞാന് അതിന് കൂടെ നിന്നത് കാരണം ഇത് നേടാൻ കഴിയും എന്ന് എനിക്കും മനസ്സിലൊരു തോന്നലുണ്ട്. ഞാനിപ്പോ ജോയിസാനോട് ഞാൻ പറയാൻ വരുമായിരുന്നു. കാരണം പോയാൽ അതും കൊണ്ട് വരുവുള്ളൂ നമുക്ക് പോയാൽ കിട്ടും എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു കണിശമായിട്ട്. ഞാൻ ഒരിക്കലും വെറുതെ പോകണ്ട കിട്ടുകയില്ല എന്നൊന്നും പറഞ്ഞില്ല. കാരണം ഇതിന്റെ ഈ നോംസ് ഒന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ കാറ്റഗറൈസേഷൻ ഉണ്ടെന്നോ ഇതിനകത്ത് 21 വയസ്സുകാരത്തിയുമായിട്ടാണ് നമ്മൾ പോയി കോമ്പീറ്റ് ചെയ്യുന്നത് ഒന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ പോയാൽ കണിശമായിട്ടും നേടും എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ അതിന് അയ്യോ വെറുതെ എന്തിനാ പോകണം അങ്ങനെ ഒരിക്കലും ഞാനൊരു കമന്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ മനസ്സിലാ ആഗ്രഹം കാത്തു സൂക്ഷിച്ചു, ദൈവം അനുഗ്രഹിച്ചു, കിട്ടി. താങ്ക്സ്. അപ്പൊ ഈ ഇതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും
ഈ IAPC, ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ തുടങ്ങിയ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60+ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ജീവിതം ഇതോടുകൂടെ തീർന്നു, ഇനി റിട്ടയർമെന്റ് ആണ്, വീട്ടിൽ ഒരിടത്ത് എവിടെയെങ്കിലും അടഞ്ഞുകൂടി ഇരിക്കുക എന്നൊക്കെയാണ് പ്രത്യേകിച്ച് എല്ലാവരും ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58-60 ആയിക്കഴിഞ്ഞാല് ഞാൻ വയസ്സായി, റിട്ടയർ ആയി, ഞാൻ ഇനി ഒരു കസേരയിട്ട് അവിടെ എങ്ങാനും ഇരിക്കുക, പത്രം വായിച്ചിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളി സ്ത്രീകളോട്, അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഒരു 2-3 വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാൻ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക? രണ്ടുപേർക്കും പറയാം. ഞാൻ പറയും കണിശമായിട്ടും അങ്ങനെ ഇരിക്കുകയല്ല. നമ്മള് നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിച്ചു ഇല്ലേ? അപ്പൊ അവിടെ തൊട്ട് തുടങ്ങിയാൽ പഠിച്ചു, അതൊരു ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിച്ചപ്പം കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ അതിനെ ആസ്പദമാക്കിയ നമ്മുടെ ജീവിതം മുഴുവൻ പോയത് അല്ലേ? അപ്പൊ അറിയാം, പിള്ളേര് ടീനേജ് ആകുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ, അവര് കാർ ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടെൻഷൻ, അങ്ങനെ ടെൻഷനായിട്ട് അങ്ങനെ ജീവിതത്തിന്റെ അസം പറയുവാണെങ്കിൽ, ഞാൻ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മള് വീട്ടില് ജോലി ചെയ്യാനായിട്ട് ആളെല്ലാം ഉള്ള സിറ്റുവേഷൻ ജീവിച്ചേച്ച് അവിടെ ചെന്നിട്ട് എല്ലാ പണിയും ചെയ്യണം. പ്രത്യേകിച്ച് ജോലിക്കാന് ഒന്നും ചെയ്യാൻ മേലാത്തപ്പം എല്ലാ ബേഡനും കൂടെ എന്റെ തലയിലോട്ട് തന്നെ ആയിപ്പോയെന്നുള്ളതാണ് കേട്ടോ. അതെനിക്ക് വിഷമായിട്ടൊന്നും അല്ല, ഞാനത് ചെയ്തു, ദൈവം എന്നെ സഹായിച്ചു അതെല്ലാം ചെയ്തു തീർക്കാനായിട്ട്. അങ്ങനത്തെ എല്ലാം വിഷമം വന്നപ്പോ നമ്മൾ നമ്മുടെ കാര്യമാണ് മുഴുവൻ സാക്രിഫൈസ് ചെയ്തത്. എന്റെ ഒരു ആഗ്രഹം എനിക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല, മനസ്സിലായോ? നമുക്ക് 2 ദിവസം അവധി ഉണ്ട്, ഒരു ദിവസം കൂടെ ജോലിക്ക് പോകും. കാരണം എന്റെ മോനെ പഠിപ്പിക്കാനായിട്ട് ലോൺ എടുക്കണ്ടല്ലോ എന്ന് വെച്ചോണ്ട് അങ്ങനെ പോകും. ആണ്ടില് നമ്മള് ഒരു വെക്കേഷന് ശരിയാണ് ന്യൂയോർക്കിനൊന്ന് പോയി, അല്ലെ മിൻസോട്ടയ്ക്കൊന്ന് പോയി, അല്ലെ ടെക്സാസിനൊന്ന് പോയി, അങ്ങനെ 1-2 പ്രാവശ്യം ഒരു ടൂറൊക്കെ പോകും. അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സന്തോഷത്തിനെയും എല്ലാം സാക്രിഫൈസ് ചെയ്ത് വന്ന ഒരു ഇതാണത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റിട്ടയർഡ് ആയി 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്. ഞാൻ പറയുന്നത് 100% വിമനും, 100 ഇല്ലെങ്കിൽ 99 ആയിക്കോട്ടെ. കാരണം 1% ആൾക്കാർക്ക് അവര് ജീവിക്കുമ്പോ അവര് ഗോൾഡൻ സ്പൂണും കൊണ്ടാ വന്നിരിക്കുന്നത് അല്ലെ, വായില് സ്വർണ്ണക്കരണ്ടിയായിട്ട് വന്നവരാണ്, അവർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഒരു 99 ആൾക്കാരും അവരുടെ സാക്രിഫൈസ് ചെയ്തിട്ട് അവരുടെ ജീവിതം അല്ലെ അവരുടെ സുഖങ്ങളും അവരുടെ ആശകളും എല്ലാം സാക്രിഫൈസ് ചെയ്താണ് അവർ ഈ ഒരു റിട്ടയർമെന്റ് ലൈഫ് വന്നത്. റിട്ടയർമെന്റ് ലൈഫ് വരുമ്പോഴത്തേന് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പിള്ളേര് പഠിച്ച് പാസ്സായി, കല്യാണം കഴിഞ്ഞു, അവര് പറക്കം പറ്റിപ്പോയി, പിന്നെ നമുക്ക് വേറൊന്നുമില്ല. ആ സമയത്താണ് ഞാൻ പിന്നെ ജോലിക്ക് അധികം പോകില്ല, ഞാൻ പാർട്ട് ടൈമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ലാസ് വേഗസിൽ വന്നപ്പം പോലും കേട്ടോ. കാരണം മതി നമുക്ക് അത്യാവശ്യമില്ലായിരുന്നു. അങ്ങനെ ഉള്ളപ്പം എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ യാത്ര ചെയ്യാൻ സാധിക്കാഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോകാൻ തുടങ്ങി, മനസ്സിലായോ? അന്നൊന്നും പോകാൻ പറ്റാഞ്ഞതാണ് ഒരു ബ്യൂട്ടി പാജന്റിൽ. അതോ ഞാനൊരു നേഴ്സായിട്ട് പ്രൊഫസറായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്ത് റിട്ടയർ ആയി വന്ന ഒരാള് എന്റെ ഒരു വേറൊരു ഫീൽഡിലോട്ട്, ഒരു ബ്യൂട്ടി പാജന്റിലോട്ട് പോകാനായിട്ട് പോലും എനിക്ക് പറ്റി. എനിക്ക് പറയാൻ എന്നാന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം സാക്രിഫൈസ് നമ്മള് ഒരു റിട്ടയർമെന്റ് ലൈഫ് വന്നത്. അന്നേരം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാം മുമ്പോട്ട് വരണം, മനസ്സിലായോ? എല്ലാരും ഇപ്പൊ പാചകത്തിന് പോകാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമില്ല, പോകണ്ട. എത്ര പേർക്കുണ്ട് എഴുതാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്, പാട്ട് പാടാൻ ഇഷ്ടമുണ്ട്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്, അല്ലെ കഥ പറയാൻ ഇഷ്ടമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് ഒരുങ്ങി പണ്ടൊന്നും നടക്കാൻ നല്ല സാരിയൊക്കെ എടുത്തൊന്ന് ഒരുങ്ങി ഒന്ന് പോകാനായിട്ട് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് ഈ റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ളത്. എത്ര നാൾ ലൈഫ് ഈസ് വെരി ഷോർട്ട് അല്ലേ? എത്ര നാൾ കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യണം. ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് കൊണ്ടുപോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ പക്ഷേ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ടും ജീവിക്കണം. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മൾ തോന്നിയാസത്തിന് നടക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അതാണ് ഒരു റിട്ടയർമെന്റ് ലൈഫില് എൻജോയ് ചെയ്യുക. എൻജോയ്. ഞാൻ പറയുന്നത് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് ചടഞ്ഞു കൂടിയിരിക്കാനുള്ള ഒരു അവസരമല്ല. നമുക്ക് ആരോഗ്യവും മനസ്സും ഉണ്ടെങ്കിൽ കണിശമായിട്ടും നമ്മളെ മുമ്പ് ആഗ്രഹിച്ചിരുന്നതും നടക്കാതിരുന്നതുമായ പല കാര്യങ്ങളും നടത്താനുള്ള ഒരു അവസരമാണ്. കാരണം ജോലിയുടെ സമയത്തൊന്നും
വലിയ വലിയ യാത്രകളൊന്നും ഞാൻ സാധിച്ചെന്ന് വരികയില്ല, അതിനുള്ള സാമ്പത്തികവും കാണുകയില്ല. പക്ഷെ റിട്ടയർമെന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സമയമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ യാത്രകൾ അങ്ങേയറ്റം ചെയ്യണം. അത് ഞങ്ങൾ ശരിക്കും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, രണ്ടുപേരും മാറി മാറി ഓടിച്ച് ക്ഷീണമൊന്നുമില്ലാതെ ഹൂസ്റ്റണിൽ നിന്ന് യാത്ര ചെയ്ത് 16 മണിക്കൂർ കൊണ്ട് 1400 മൈൽ താണ്ടി സിൻസിനാറ്റിയിൽ വന്ന് ഒറ്റ ദിവസം കൊണ്ട് വെളുപ്പിനെ 5 മണിക്ക് വിട്ട് രാത്രി 8:30 ആയപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു. അത് ഒരു ക്ഷീണമില്ല. കാരണം ഒരാൾ കയറിയിരുന്ന് ഓടിച്ചു, ആ ഗ്യാസ് തീരുമ്പോൾ ഗ്യാസ് സ്റ്റേഷൻ കയറി ഗ്യാസ് അടിച്ചു, എന്തെങ്കിലും കഴിച്ചു, അടുത്ത ആൾ കയറിയിരുന്നു, ഒരൊറ്റ വീട്ടിൽ ഒരു 300-350 മൈലൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും റെസ്റ്റ് റൂമിൽ ഇറങ്ങുന്നതല്ലാതെ ആരോടും ഉത്തരം പറയണ്ടല്ലോ, മറ്റാരെയും നോക്കണ്ടാത്തതുകൊണ്ട് ആ യാത്രയൊക്കെ വളരെ രസമായിരുന്നു. ഇന്നും അതേപോലുള്ള യാത്രകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നോക്കിയാൽ നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, ആരെയെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നെങ്കിൽ, നമുക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ, അതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിൽ കണിശമായിട്ട് അത് ചെയ്യണം. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കണ്ട് കഴിയാവുന്ന രീതിയിൽ പലരെയും അക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്, പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആലിസിന്റെ പ്രത്യേകിച്ചും യൂട്യൂബിന്റെ ചോദിക്കാൻ വരികയായിരുന്നു ഞാൻ ആ ഒരു ചോദ്യം. ഞങ്ങൾ ഈ റിട്ടയർമെന്റ് ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ആ കൾച്ചർ തന്നെ മാറി. കാരണം റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്നത് ഒരു വലിയ മോശമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും റിട്ടയർമെന്റ് ലൈഫ് ഇത്ര എൻജോയ്മെന്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ തിരക്കി വന്ന് എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ വിജയമാണ്. കാരണം വെച്ചാൽ ഒരു 98%-നും ഇതുപോലൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇത്രയും നാൾ അക്യൂമുലേറ്റ് ചെയ്തെല്ലാം ഇട്ടച്ച് വെറും ഞങ്ങൾ രണ്ട് സൂട്ട് കേസുമായിട്ട് 2 ആഴ്ചത്തെ ഡ്രസ്സുമായിട്ട് പോകുന്നവരാണ്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ബാക്കിയെല്ലാം ഗുഡ് വില്ലിനെ ഡൊണേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ഏറ്റവും എൻജോയബിൾ ആണ്. കാരണം നമുക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാം, സമൂഹത്തിലെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇടപെടാം, മറ്റ് ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടാം, നമ്മുടെ വിട്ടുപോയ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുവാനും പലരെയും കാണുവാനും റീയൂണിയൻ നടത്തുവാനും അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികൾ ചേരാനും ഒക്കെ ഉള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് റിട്ടയർമെന്റ് ലൈഫ്. അതിലേക്ക് ആൾക്കാർ വരട്ടെ, ജീവിതം ആസ്വാദ്യമാകട്ടെ, ജീവിതം ആസ്വദിക്കാൻ മനസ്സുള്ളവർക്ക് വീട് എന്നൊക്കെയുള്ള വിട്ടേച്ച് എൻജോയ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് റിട്ടയർമെന്റ് ലൈഫ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ റിസർച്ചർ എന്ന നിലയിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ ഡോക്ടേഴ്സ് PhD ഒക്കെ ചെയ്ത് ഒത്തിരി പ്രബന്ധങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ട് ഡോക്ടർ ആലിസ് ആണെങ്കിലും മാത്യു ജോയ് സാർ ആണെങ്കിലും രണ്ടുപേരും കൂടി ഒരു യൂട്യൂബിൻ എന്ന നിലയിൽ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന പോലെ മോട്ടിവേഷനും ഒത്തിരിയധികം നല്ല വീഡിയോസും ഒക്കെ ഇങ്ങനെ റീൽസും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ഒബ്വിയസ്ലി നമ്മൾ പറയും പിന്നെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയും. കാരണം അത് പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചേരാനും പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് എത്രത്തോളം ആണ് ഈ പിന്നെ ഡോക്ടർ ആലീസിന് അല്ലെങ്കിൽ ഡോക്ടർ ജോയ്സ് സാറിനും കൂടെ അത് ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അത് അത്ര സ്പീഡ് ആയിട്ട് വരാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഞാനൊക്കെ പഴയ ഓൾഡ് സ്കൂൾ ആൾക്കാരാണ്. ഞാനൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് പഴയ കാലത്തെ മുഖ്യധാരാ പത്രത്തിനെ നിലനിൽപ്പുള്ളൂ എന്നൊക്കെ വലിയ വലിയ വാചമടിക്കുന്നെങ്കിലും ഇന്ന് നേരെ തിരിച്ചാണ്. സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ ശക്തി. സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് വിജയങ്ങൾ കൊയ്തെടുക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലാതായാലും ഇമ്മീഡിയറ്റ് എഫക്ട് ഉണ്ടാകുന്ന മീഡിയ ആണ് സോഷ്യൽ മീഡിയ. അതിൽ യൂട്യൂബ് ഏറ്റവും ശക്തമായതാണ്. അതിൽ കൊടുക്കുന്ന മോട്ടിവേഷനുകൾ കണിശമായിട്ടും ആയിരങ്ങളിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എത്തുന്നു എന്നുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ട് യൂട്യൂബ് ഇന്നത്തെ ഏറ്റവും ശക്തമായ മീഡിയ ആണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ലാസ് വേഗസിൽ ചെന്നപ്പം ഈ മരുഭൂമിയാണ് അവിടെ. മരുഭൂമിയിൽ ഞാന് ചുമ്മാതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പയറും വെണ്ടയും ഒക്കെ നട്ടു കഴിഞ്ഞപ്പോ അത് ഭയങ്കരമായിട്ട് വളർന്നു വന്നപ്പോ അതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ചുമ്മാ അറിയോ എങ്ങനെ കഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് തുടങ്ങിയെന്നറിയാമോ. അങ്ങനെ അധികം വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുക്കറി, പിന്നെ നമുക്ക് എന്നാ കണ്ടന്റ് എന്നാ വേണമെന്ന് വെച്ചോണ്ട് കുക്കറിയുടെ കാര്യവും അങ്ങനെ എല്ലാം ഇട്ട് അതൊക്കെ കുറച്ച് പേർക്കൊക്കെ ചിലതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ചപ്പം ഉണ്ടാക്കുന്ന 5 മിനിറ്റ് കൊണ്ട് അച്ചപ്പം ഉണ്ടാക്കാന്നൊക്കെ നല്ല ഇത് കിട്ടിയതാണ്. അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ വന്നു.
ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ആണെങ്കിലും പിന്നെ നമ്മുടെ ആ ലൈഫ് ചേഞ്ചിങ്, പിന്നെ അന്നേരം നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാ, ഓരോരുത്തരൊക്കെ എന്നൊക്കെ ഇടുന്നെന്ന് കണ്ട് അങ്ങനെ ഇങ്ങനെ ഇട്ടു. ചിലതൊക്കെ നല്ലപോലെ ഹിറ്റായി. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങള് ആരോടും പറയാതെയാണ് ഇവിടെ വന്നത് പോലും. മോനോട് പോലും പറഞ്ഞില്ല. ഇവിടെ വന്ന് താമസം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെയോട്ടാ താമസിക്കുന്നെന്ന് പോലും പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വന്നത് നല്ല കാര്യമായെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഞങ്ങളിങ്ങനെ അമേരിക്കയിൽ നിന്ന് പോന്നേന്ന് പറഞ്ഞു. അപ്പൊ അമേരിക്കയിലായിരുന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് കയറി ഒന്ന് വൈറലായി. അത് ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ അതും അല്ല, അതിന് മുമ്പ് തന്നെയാണേലും എന്റെ വീട് എങ്ങനെ ക്ലീൻ ആയിട്ട് വെക്കുന്നെന്നും പിന്നെ മോട്ടിവേഷണലായിട്ട് നമുക്ക് ഓരോ വിഷമങ്ങളൊക്കെ വരുമ്പോ എന്തോ ആണെന്നൊക്കെയുള്ള ആ ഒരു ഇത് വന്നപ്പോഴത്തേന് ആളുകൾ ഒരുപാട് പേരുണ്ട്, വിഷമിക്കുന്ന ആൾക്കാർ കേട്ടോ. എല്ലാവരും ചിരിച്ച മുഖമായിട്ടും എല്ലാരോടും പറയുന്നെന്ന് പറഞ്ഞാല് അവരുടെ ഇന്നറില് ഭയങ്കര വിഷമങ്ങളുണ്ട്, ഓരോ പ്രശ്നങ്ങളിൽ കൂടി പോകുന്നതാണ്. അപ്പം ഞാൻ എന്റെ വീഡിയോസിനെല്ലാം അത് ഭയങ്കര ഒരു ഇതായിപ്പോയി, നല്ല ഒരു റീച്ച് അങ്ങനെ അങ്ങ് ആയിട്ടാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി. അതുപോലെ തന്നെ ഞാൻ ഈ നേഴ്സിംഗ് സ്റ്റുഡൻസിനെയും ഒക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ഇമെയിലാണ്, ആന്റിയുടെ മോട്ടിവേഷൻ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു, ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോകാനായിട്ട് മടിച്ചു നിന്ന ഞാൻ ഇപ്പം മാസ്റ്റേഴ്സ് ഇൻ നേഴ്സിംഗിലെ ലാസ്റ്റ് സെമസ്റ്റർ ആണ്. ആന്റി എന്തുമാത്രം താങ്ക് ചെയ്താലും മതിയാകത്തില്ലെന്ന് പണ്ട് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു വാക്ക് കിട്ടി കഴിയുമ്പോ അതെന്നെ എന്തുമാത്രം മോട്ടിവേറ്റ് ചെയ്യും. പറയുന്നത് എനിക്കിതൊക്കെ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനേക്കാളും കൂടുതൽ സാധിക്കണമെന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് അതുപോലെ പച്ചയായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് മടിയില്ല. ആളുകൾ എന്താന്ന് പറയാ, നമ്മൾ സിൻസിയർ ആയിട്ടും പറയുവാണെങ്കിൽ അത് ആളുകൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോഷ്യൽ മീഡിയയിലെ എല്ലാ വിധത്തിലും ഉണ്ടെങ്കിലും അപ്പൊ നമ്മൾ ജെന്യൂനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അത് ആളുകള് ഇമ്പാക്ട് ആയിട്ട് വരും. പിന്നെ നമുക്ക് നെഗറ്റീവ് കമന്റ് അമ്മയെ തല്ലിയെന്നാലും 2 വർഷം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ അത് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നാൽ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കിട്ടുമ്പോഴേത്തിനുണ്ടല്ലോ അതെന്നെ ഇൻസ്പയർ ചെയ്യും. പിന്നെ ചിലർ നേരം പറയും ഇന്ന കാര്യത്തെ കുറിച്ച് പറയാമോ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ആളുകൾ എന്നോട് കൂടുതൽ ചോദിച്ചിരിക്കും മെനപ്പോസിനെ കുറിച്ചൊന്ന് ഒരു ലെക്ചർ ചെയ്യണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്, സ്ത്രീകളും പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് തന്നെ ഇത് കുറിച്ചുള്ള അറിവില്ലാഞ്ഞിട്ടാണ്. പറയാമെന്ന് പറയുകയാണെങ്കിൽ എന്തോ ചെയ്യാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് 4 ടൂറിന് പോകുമ്പോ അവിടെ കണ്ട കാര്യം അത് പറയാനായിട്ട് വരും. അത് കഴിയുമ്പോ അല്ലെ ഗർഭകാല എന്നതായിരുന്നു, അപ്പൊ അന്നേരം കൊതി കൂറി ഒരു മസാല ദോശയിൽ പോയത് അല്ലേ? അതെ. അപ്പൊ എനിക്ക് ഡോക്ടർ ജോയ് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ എന്റെ പ്രിയെ എന്ന പ്രണയകാവ്യം മുതൽ അമേരിക്കൻ ആടുകൾ എന്ന വരെയുള്ള അങ്ങനെയുള്ള എഴുത്തുകൾ എഴുതിയ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയില് ഈ നേട്ടങ്ങളൊക്കെ എങ്ങനെ കാണുന്നു എന്ന് സാർ കുറച്ചു നേരത്തെ പറഞ്ഞായിരുന്നു. ഈ കവിതകളില് ഈ എന്റെ പ്രിയയിലുള്ള പ്രിയതമ ഈ ആലീസ് തന്നെയാണോ? അത് ആ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തത് ആലീസിന് വേണ്ടിയാണ്. ഇത് പ്രണയിക്കുന്നതിന് മുന്നേ എഴുതിയ കവിതയാണോ അതോ അതിനുശേഷം? അല്ല, ഇത് ഒരു 10-12 വർഷം മുമ്പ് എഴുതിയതാണ്. കാരണം വെച്ചാൽ ഒരു ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. കാമുകനും തമ്മിലുള്ളതാണ് അതിനകത്തെ തീം. ചുമ്മാ സൂപ്പർഫിഷ്യലി നോക്കിയാൽ ഒരു കാമുകനും കാമുകനുമായിട്ടുള്ള സംഭാഷണമാണ് ബൈബിളിലെ നിർവാഹത്ത് ഉത്തമ ഗീതങ്ങളെങ്കിൽ സോങ് ഓഫ് സോങ്സ് എന്ന പേരില് കിങ് സോളമൻ എഴുതിയ ഒരു പുസ്തകമാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ വെറും പ്രേമകാവ്യമാണ്, ശരിക്കും പ്രണയമാണ്. അതിനപ്പുറത്ത് ബൈബിളിൽ തന്നെ കോൺകോർഡൻസ് അല്ലെങ്കിൽ ഒത്തുവാക്യങ്ങൾ അനുസരിച്ച് ഇതിന് മറ്റു ചില ആത്മീയ അർത്ഥങ്ങളുണ്ടെന്ന് സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മറ്റെന്റെ പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സമഗ്രമായ ഒരു ക്രോഡീകരണമാണ്. പല എഴുത്തുകളെ ക്രോഡീകരിച്ചുള്ള പുസ്തകങ്ങളാണ്. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ക്രിപ്റ്റോ കറൻസിയെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലെ ബഡ്ജറ്റ് വന്നപ്പോൾ കടലാമയ്ക്ക് കേരളത്തിന് തരാൻ ആകെ ബഡ്ജറ്റ് കൊള്ളിച്ചിരിക്കുന്ന കടലാമയുടെ പ്രജനനത്തെ പറ്റി, അങ്ങനെയുള്ള കറണ്ട് വിഷയത്തെ പറ്റി മനസ്സിൽ എഴുതുന്നത് ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ ഇടപെടലുകൾ എന്റെ മനസ്സിൽ വരുന്ന ഇടപെടലുകൾ ഞാൻ ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മാധ്യമരംഗത്ത് ഉണ്ടെപ്പോഴും
അത് കൈവിടാതെ പോട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ഞങ്ങളും ആഗ്രഹിക്കുന്നു സാർ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. എനിക്ക് ഡോക്ടർ ആലിസ് മാത്യുവിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് 27 വർഷത്തെ അമേരിക്കൻ ജീവിതത്തിന് ശേഷം ഇപ്പൊ കോട്ടയത്ത് എത്തി നിൽക്കുമ്പോൾ താങ്കളിലുള്ള ഒരു അമേരിക്കൻ പ്രൊഫസർ അവിടെയുണ്ട്. ആ 27 വർഷത്തെ അവിടുത്തെ ഒരു അമേരിക്കൻ പ്രൊഫസർ ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും കോട്ടയത്ത് ഒരു അമ്മച്ചിയുണ്ട്, ഒരു കോട്ടയം ഒരു അച്ചായത്തിയുണ്ട്. അപ്പൊ ഇതില് ഈ കോട്ടയം അച്ചായത്തിയും ഈ അമേരിക്കൻ പ്രൊഫസറും തമ്മിൽ തർക്കിക്കാറുണ്ടോ? ഇവര് തമ്മിൽ തല്ലുപിടിക്കാറുണ്ടോ? അത് അതിനകത്ത് ഒരു തർക്കമില്ല. അമേരിക്കയിൽ ഞാൻ പ്രൊഫസർ ആയിരുന്നെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. അവിടെ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അത് ഞാൻ തലയിൽ ചുവന്നൊന്നും നടക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ ഒരു സ്ത്രീ ആയിട്ട്, പിന്നെ ആ അമേരിക്കൻ ആ പ്രൊഫസർ പഠിപ്പിച്ചതിന്റെ അവിടുന്ന് കിട്ടിയ നോളജും എല്ലാം ഞാൻ എന്റെ ഇപ്പം യൂട്യൂബില് ഞാൻ പറയട്ടെ, ആളുകൾക്ക് വേണ്ടി മോട്ടിവേഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ നോളജ് ഒക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുവാണെങ്കിൽ പോലും അവിടുന്ന് കിട്ടിയ നോളജാണ്, ആ പഠിച്ച നോളജുകൾ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാനൊരു പ്രൊഫസറാകും. ചിലര് പറയാറുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പ്രൊഫസറായിട്ട് നല്ലൊരു ടീച്ചറായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു ഞാൻ പറയുന്നത് ഞാനൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, അതൊരു ഇൻബോൺ ആയിട്ട് അവിടെ ഞാൻ ചെയ്തതിന്റെ ബാക്കി ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോ അങ്ങനെ വരുന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ക്ലാഷും ഇല്ല കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് അത് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഞങ്ങള് ഈ പിന്നെ ഡോക്ടർ ആലിസ് മാത്യുവിന്റെ വീഡിയോകളൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കിടന്ന് സ്റ്റണ്ട് ഉണ്ടാക്കുകയാണോ, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതൊന്നും ഇല്ല എന്നുള്ള സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് വളരെ സിൻസിയർ ആയിട്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ എല്ലാവരെയും എന്നെക്കാളും ശ്രേഷ്ഠരായിട്ടാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായോ? ഞാൻ എന്നും പറഞ്ഞ അവരെ പോയി കുമ്പിട്ട് വന്നിച്ചെന്ന് അങ്ങനെയല്ല പറഞ്ഞ, എല്ലാരോടും പോയി ഒരുപാടെന്നല്ല പറയുന്നത്. നമ്മളോട് അങ്ങനെ ആയിരിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാനൊരു സാധാരണ ഒരു സ്ത്രീ, ഇവിടെ എന്റെ കാറ് കഴുകണമെന്ന് പറഞ്ഞാൽ ഞാൻ കാറ് കഴുകും, അല്ലെങ്കിൽ മരത്തെ കയറണമെന്ന് പറഞ്ഞാൽ ഞാൻ മരത്തെ കയറും, എനിക്ക് മഴയത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ മഴയത്തിറങ്ങും, ഞാൻ ഡാൻസ് കളിക്കണേ ഡാൻസ് കളിക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഐ എം ജസ്റ്റ് എ വുമൺ. കാരണം എനിക്ക് കിട്ടിയ ഇപ്പൊ മിസ്സസ് ഇന്ത്യ ആയി ചോദിച്ചാൽ എന്നെ കളിയാക്കിയത്. അതാ ഞാൻ ആ കാറ് ഇട്ടത്. എന്നോട് പറഞ്ഞു, മിസ്സസ് ഇന്ത്യ ഇപ്പം കാർ വാഷിങ്ങിന്റെ അംബാസഡർ ആണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് നല്ലൊരു തീമാണല്ലോ, ശരിയാണ്. അപ്പൊ അന്നേരം ഇട്ടു മിസ്സസ് ഇന്ത്യ ഒക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലേനും കഴിഞ്ഞിട്ട് പോരെ, അതിന്റെ ഇതുപോലെയുള്ളതൊക്കെ. അതെന്തിനാ? അതെനിക്ക് കിട്ടിയ കിരീടം ആരും തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നില്ല കേട്ടോ. അതെനിക്ക് കിട്ടി, അതിനെന്താ കുഴപ്പമുള്ള? ഞാൻ വെറും പിന്നെയും ഒരു സാധാരണ ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നതും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുങ്ങും. സ്റ്റൈലായിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ നടക്കും. അതേ ഉള്ളൂ. അതിനകത്ത് ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഞാൻ ആരോടേലും ഇടപെടുമ്പോ എന്നെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരുടെ കൂടെയോ അല്ല കുറഞ്ഞവരുടെ കൂടെയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് ഫുൾ ഓഫ് നോളജ് ആണെന്നൊന്നും പറഞ്ഞ് ഞാൻ ക്ലെയിം ചെയ്യാറില്ല. ഞാന് എല്ലാവരുടെ കയ്യിൽ നിന്നും പഠിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള പഠിക്കുകയും ചെയ്യും കേട്ടോ, പഠിക്കുകയും ചെയ്യും. അതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് ആളുകൾ അറിയിക്കേണ്ടതാണ്. എന്നോട് പറയാറുണ്ട് ആന്റിക്ക് അങ്ങനത്തെ ഒരു ഇത് ജാടയില്ലാതെ. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. അതാ രണ്ടുപേരോടും കൂടെയുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതുകയാണ്, ആ പുസ്തകത്തിന്റെ പേര് ബിയോണ്ട് ബോർഡേഴ്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ അധ്യായത്തിലെ അവസാനത്തെ വരി എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും? ഞാൻ പറയും, നോ റിട്രീറ്റ് നോ സറണ്ടർ. ഹാവ് എ ഡ്രീം ആൻഡ് ചേസ് യുവർ ഡ്രീം. മനസ്സിലായോ? ആൻഡ് നോ റിട്രീറ്റ് നോ സറണ്ടർ. അതിനപ്പുറമായിട്ട് ഒന്നും പറയാനായിട്ടുള്ള ഇല്ല. കാരണം നമുക്ക് സിൻസിയറിറ്റിയും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഒക്കെ നമ്മുടെ ഫാമിലി ലൈഫിലായിട്ടാണേലും പ്രൊഫഷണൽ ലൈഫിലാണേലും വേണം. അപ്പൊ അങ്ങനെ ആ സിൻസിയറായിട്ട് നമ്മൾ പോകുമ്പോൾ നോ റിട്രീറ്റ് നോ സറണ്ടർ. നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം വരും. ഞങ്ങളുടെ തന്നെ ലൈഫില് സെയിം ആണ്. ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ബ്രെയിൻ ബ്ലീഡ് വന്നു, അപ്പം സർജറി കഴിഞ്ഞു, അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് ഈ മേലാത്തതും കൂടെ ആയതുകൊണ്ട് ഫിസിയോതെറപ്പി ഒന്നും നല്ലപോലെ ചെയ്യാൻ പറ്റുമല്ല. അപ്പൊ അവരെഴുതി തള്ളി. അവർ പറഞ്ഞു നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ തെറപ്പി ചെയ്തിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, നോ, ഐ എം നോട്ട് ഗോയിങ് ടു സെൻഡ് ഹിം ടു നേഴ്സിംഗ് ഹോം. ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മള് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം, എനിക്ക് എന്തോ മാത്രം ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ഹെൽപ്പ് കിട്ടും, ഇങ്ങനെയെല്ലാം അറിയാവുന്നതുകൊണ്ട്
പുള്ളി പാർഷ്യലായിട്ട് നമുക്ക് അത്രയും ഓർമ്മയുണ്ടോന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ ഞാനാണ് ഫുൾ തീരുമാനം എടുത്തേച്ച് ഞാൻ ചോദിച്ചാൽ നമുക്ക് ഇന്ന പോലെ നാട്ടിൽ തന്നെ പോയാലേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ നോക്കാനായിട്ട് ആരുമില്ല. എനിക്ക് പുള്ളിയെ വേണേ നേഴ്സിംഗ് ഹോമിലോട്ട് ഇട്ടേച്ച് എനിക്ക് പിന്നെ അവിടെ പ്രൊഫസറായിട്ട് ഭയങ്കര ഹൈ ആയിട്ട് വിലസമായിരുന്നു. ഇപ്പം 2 കൊല്ലമായേ. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്. ഞാൻ അന്ന് പ്രേമിച്ചു എന്ന് പറഞ്ഞാലും അതുപോലെയാണ്. അന്നേരം ഞാൻ ഓർത്തു ഇല്ല, ഐ എം ഗോയിങ് ടു ഫൈറ്റ്. ഏതാ നമുക്ക് ഈ ഒരു വിഷമസ്ഥിതിയും പോകും. ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ പോലെ പല ദിവസങ്ങളിൽ എനിക്ക് മുഖം കഴുകാൻ പോലും നല്ലപോലെ ഒന്ന് മുഖം കഴുകിയിട്ട് ഇച്ചിരി മോയ്സ്ചറൈസർ പോലും ഇടാനായിട്ട് ഞാൻ മറന്നുപോയ ദിവസങ്ങൾ പോലും ഉണ്ട്. കാരണം ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഫിസിയോതെറപ്പിക്കും ഒക്യുപേഷൻ തെറപ്പിക്കും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനും ആയിട്ട് മേലാത്ത ഒരാളെ എടുത്ത് കാറിൽ വെച്ചുകൊണ്ട് പോയതൊക്കെ ദൈവം നടത്തി കേട്ടോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അതൊക്കെ ഇന്നൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമ സ്ഥിതിയിൽ കൂടെ പോയി. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ എന്റെ ഒരേ ഇതാ, നോ റിട്രീറ്റ് നോ സറണ്ടർ, നോബഡി ക്യാൻ കോൺകർ മീ, കാരണം അൺലെസ് ഐ ഡിസൈഡ് എന്നുള്ള ആ ഒരു രീതിയിൽ ഞാന് ദൈവത്തിനെ ഓഫ്കോഴ്സ് ദൈവത്തിനെ മുറുക്കെ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ, വേറൊന്നുമല്ല. അങ്ങനെ പിടിച്ച് മുന്നോട്ട് പോയ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നോ റിട്രീറ്റ് നോ സറണ്ടർ ഞങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടാണ്. ഐ ആം എ വെരി സക്സസ്ഫുൾ ലേഡി. ഞാൻ എൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിൽ എത്തി നിൽക്കുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. ഇനിയിപ്പോൾ അതിനകത്തില്ല. അപ്പൊ ഞാൻ എന്നതിൽ എഴുതിയ അവസാനമാണ് നോ റിട്രീറ്റ് നോ സറണ്ടർ. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയത്തില്ല അത് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടോന്നല്ല, അത് സംതൃപ്തിയായ. എന്നോട് ഇപ്പൊ ചോദിച്ചേ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞില്ല. ലാസ്റ്റ് ഒരു സെന്റൻസ് പറയാൻ പറഞ്ഞാൽ ഞാൻ 2 സെന്റൻസ് അങ്ങ് പറയുകയാണ്. ലവ് വാട്ട് യു ഡു. എന്റെ ഓഫീസിൽ ഞാൻ എഴുതി വെച്ചിരുന്ന ഒരു സെന്റൻസ് ആണ്. അത് പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലവ് വാട്ട് യു ഡു. ചെയ്യുന്ന കാര്യം അത് ചെയ്യുക. രണ്ടാമത്, ലീവ് ഈച്ച് ഡേ ആസ് ഇഫ് ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് ഡേ. അറ്റ് ഇറ്റ്സ് ഫുള്ളസ്റ്റ്. എല്ലാവിധ കഴിവുകളോടും ഓരോ ദിവസവും ആസ്വദിച്ച് ജീവിക്കുക. ബാക്കി താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രായമോ ദൂരമോ ഒന്നും നമ്മെ തളർത്തുന്നില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പങ്കുവെക്കാനായിട്ട് സ്നേഹവും കൂട്ടിന് കരുത്തുള്ള സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരു ബോർഡറും നമുക്ക് ഈസി ആയിട്ട് മറികടക്കാവുന്ന ഈ ഒരു കോൺവെർസേഷനിലൂടെ നമുക്കിപ്പോ ഡോക്ടർ ആലിസിന്റെയും ഡോക്ടർ മാത്യു ജോയ് സാറിന്റെയും ജീവിതം തന്നെ നമുക്ക് അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസും ഈ ഒരു ഫുൾ കോൺവെർസേഷനിൽ കൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഈ മനോഹരമായ പ്രണയത്തിനും പ്രചോദനത്തിനും നന്ദി. അതെന്നും നീണ്ടു തന്നെ നിൽക്കട്ടെ. ഞങ്ങളെ പോലെയുള്ളവർക്കും ഞങ്ങളുടെ ഇളം പ്രായക്കാർക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു പ്രചോദനമാണ്. ഡോക്ടർ ആലിസ് ആൻഡ് ഡോക്ടർ മാത്യൂസ്, താങ്ക് യു ഫോർ ഷോയിങ് us that life truly begins when you decide to go beyond borders. I am Meera Shankar. Thanks for joining us. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരെ, ദിസ് ഇസ് മീര ശങ്കർ സൈനിങ് ഓഫ്. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.